ഹലോ, ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. സോ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. എൻ്റെ പേര് നവമി. ഞാനൊരു ക്രോഷ്യ സ്മോൾ ബിസിനസ് ഓണറാണ്. ഇത് വന്നിട്ട് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ടെഡ്ഡി ബിയറിൻ്റെ ഒരു ക്യൂട്ട് കീ ചെയിൻ ആണ്. സോ ഞാൻ മെയിൻലി ഇത് ഒരു കസ്റ്റം ഓർഡർ കിട്ടിയാണ് ഇതേപോലെ ഒരു ബ്രൗൺ ടെഡ്ഡി ബിയർ ചെയ്യാൻ. സോ അതിന് ഞാൻ യൂസ് ചെയ്തേക്കുന്ന യാൺ വന്നിട്ട് ഒരു ആരിക്കോട്ട് യാണാണ്. സോ അതൊന്ന് ലൈക്ക് ബ്ലെൻഡ് ഓഫ് കോട്ടൺ ആൻഡ് ആക്രിലിക്. എസ്പെഷ്യലി ഈ വൈറ്റ് ബാഗ്സ് അങ്ങനത്തെയൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇടാൻ പറ്റിയൊരു കീ ചെയിൻ തന്നെയാണ്. നിങ്ങൾക്കിത് ഓർഡർ ചെയ്യണമെങ്കിലോ അങ്ങനത്തെ എന്ത് ആവശ്യത്തിനും ലൈക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്താൽ മതി. സോ നമുക്ക് അതേപോലെ തന്നെ കസ്റ്റം ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വേറെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ഇതുപോലെ തന്നെ ഒരു വൈറ്റ് ടെഡ്ഡി ബിയർ കീ ചെയിൻ ആണ്. അതേപോലെ ക്രോഷ്യ ബിഗിനേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പോൾ ഏതൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും എസ്പെഷ്യലി ഈ സ്റ്റിച്ച് മാർക്ക് കൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾക്ക് എന്തൊക്കെ വന്നാലും നമുക്കത് തെറ്റിപ്പോവും. സോ അല്ലെങ്കിൽ അത്രയ്ക്കും പ്രൊഫഷണലായിട്ട് ഇരിക്കുന്ന ആൾക്കാർക്കായിരിക്കും ചിലപ്പോൾ തെറ്റാത്തത്. പക്ഷേ ഞാൻ സ്റ്റിൽ യൂസ് ചെയ്യും. അതേപോലെ തന്നെ വേറൊരു ടിപ്പെന്ന് പറഞ്ഞാൽ, നമ്മൾ എപ്പോഴും ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഓരോ സ്റ്റിച്ചും ചെയ്ത് കഴിയുമ്പോഴും ലൈക്ക് ഓരോ റൗണ്ട്സ് ചെയ്ത് കഴിയുമ്പോഴും നമ്മളാണെങ്കിൽ കൗണ്ട് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് എന്തൊക്കെ വന്നാലും ചിലപ്പോൾ തെറ്റിപ്പോവും. സോ എന്തൊക്കെ വന്നാലും ലൈക്ക് കൗണ്ട് ചെയ്യണം ഓരോ റൗണ്ട് കഴിയുമ്പോഴും. ഞാൻ മീഷോയിൽ നിന്ന് കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് ഞാൻ ഓപ്പൺ ചെയ്തതാണ്, ബട്ട് എന്നാലും ഞാൻ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. ഫസ്റ്റ് വൺ തന്നെ ഫ്ലോപ്പായ ഒരു കാര്യം കാണിക്കാം. ഞാൻ ശരിക്കും ഒരു പേപ്പർ കട്ടറാണ് ഞാൻ ഓർഡർ ചെയ്തത്. പക്ഷേ എനിക്ക് വന്ന സാധനം വേറെയായിരുന്നു. എനിക്ക് വന്നത് ലൈക്ക് ഒരു ഷാർപ്പനറായിരുന്നു വന്നത്. പക്ഷെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, പക്ഷെ നമുക്ക് യൂസ്ഫുൾ അല്ലല്ലോ. സോ അതുകൊണ്ട് ഞാൻ റിട്ടേൺ ചെയ്യാമെന്ന് വെച്ചു. ഇത് ഫസ്റ്റ് ടൈമാണ് എനിക്ക് റോങ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് മീഷോയിൽ നിന്ന് ഇതുവരെ കിട്ടിയിട്ടുള്ള ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. പിന്നെ എനിക്ക് പാക്ക് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ എസെൻഷ്യൽ ആയിട്ടുള്ള തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റിക്കേഴ്സാണ്. സോ ഞാൻ എല്ലാ പാക്കിങ്ങിനകത്തും ലൈക്ക് ഇങ്ങനെ സ്റ്റിക്കേഴ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കും. സോ ഇതിന് മുന്നേ ഞാനാണെങ്കിൽ ഒരു വിൻറ്റേജ് സ്റ്റിക്കേഴ്സാണ് യൂസ് ചെയ്തത്. അത് ഓൾമോസ്റ്റ് തീരാറായി. അപ്പോൾ ഞാൻ വെച്ചാൽ നല്ല റീസ്റ്റോക്ക് ചെയ്യാണ്. അങ്ങനെ ഞാൻ മീഷോയിൽ നോക്കിയപ്പോഴാണ് ഇതേപോലത്തെ ലൈക്ക് ഒരു എസ്തറ്റിക്കായിട്ട് ലൈക്ക് ഹവായി ക്യൂട്ട് ആ ഒരു തീമിലായിട്ടുള്ള ഒരു സ്റ്റിക്കേഴ്സ് ഞാൻ കണ്ടത്. എനിക്ക് തോന്നുന്നത് ഇതിൽ 9 or 10 ആണെന്ന് തോന്നുന്നു കൗണ്ട്. അത്രയും ഷീറ്റ്സ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാം ഓരോരോ കളർ തീം പോലെയായിരുന്നു. ലൈക്ക് പിങ്ക്, ബ്ലൂ, ഗ്രീൻ അങ്ങനത്തെ ഷെയ്ഡാണ്. ഞാൻ എന്തായാലും ഇതിൽ എല്ലാം കാണിക്കാം. നെക്സ്റ്റ് വൺ വന്നിട്ട് ഞാൻ വാങ്ങിച്ചത് ഒരു ഗ്ലാസ് ടംബ്ലർ ആയിരുന്നു. ഇത് വളരെ എസ്തറ്റിക് ആയിട്ടുള്ളൊരു സാധനം തന്നെയായിരുന്നു. ഇത് എല്ലാം നൈസായിട്ട് പാക്കേജിങ്ങിലാണ് തന്നു വിട്ടത്. അതുകൊണ്ട് തന്നെ ഒരു പൊട്ടലോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അതിനൊക്കെ തന്നെ സ്ട്രോയും എല്ലാം തന്നെ ഒരു ഗ്ലാസ് മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് ഇതുള്ളത്. പിന്നെ ഈ ഒരു ക്യാപ്പിന് വന്നിട്ട് ഒരു വാഷറും ഉണ്ട്. നിങ്ങൾക്ക് ഈ പ്രൊഡക്ട്സിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എന്തായാലും ലിങ്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ക്രോഷ്യ ബിസിനസ് ചെയ്യുന്നവർക്ക് മെയിനായിട്ട് വേണ്ടുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ലിൻഡ് റോളറാണ്. എസ്പെഷ്യലി നമ്മളിപ്പം യാണൊക്കെ യൂസ് ചെയ്യുമ്പോൾ ചിലതിപ്പം ഇതണക്ക് പൊങ്ങിയൊക്കെ നിൽക്കത്തില്ലേ, അതേപോലെ തന്നെ ഓരോ രോമങ്ങളും അങ്ങനെയൊക്കെ കാണും. സോ അതെല്ലാം കളയുന്ന ബെസ്റ്റ് ആയിട്ടുള്ളൊരു സാധനം തന്നെയാണ് ഈ ലിൻഡ് റോളർ. അത് വളരെ അഫോർഡബിൾ റേറ്റാണ്. ആമസോണിലേക്കാട്ടും നല്ല റേറ്റ് കുറവാണ്. മീഷോ എന്നറിയാമല്ലോ. സോ നല്ല റേറ്റ് കുറവ് തന്നെയായിരുന്നു ഇത്. ഇപ്പം ഞാൻ വേറൊരു ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബ്ലാക്ക് വാലറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ ഫസ്റ്റ് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഇതേപോലെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് വാലറ്റ്.
ഞാൻ ഫസ്റ്റിലെ ഒന്നും ഇതേപോലെ നമ്മൾ ക്രോഷ്യ ചെയ്യുമ്പോഴത്തേന് പാറ്റേൺസോ അങ്ങനത്തെ ഒരു കാര്യം എഴുതി വെക്കാറോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് ട്യൂട്ടോറിയൽസൊക്കെ നോക്കി അങ്ങനെയായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നാണ് ഞാനാണെങ്കിൽ ലൈക്ക് ഇതേ കണക്ക് ബുക്കിനകത്ത് എഴുതിയിടും. സോ അപ്പം നമുക്ക് വീണ്ടും ചെയ്യുമ്പോഴത്തേന് വീണ്ടും പോയി വീഡിയോ കാണും, അങ്ങനെയൊന്നും ചെയ്യണ്ടല്ലോ. പിന്നെ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ചേച്ചി എവിടെ നിന്നാണ് യാൺ വാങ്ങിക്കുന്നത്, ഇതായിരുന്നു എല്ലാവരും ലൈക്ക് കമൻറ്റിലും അതേ കണക്ക് തന്നെ മെസ്സേജൊക്കെ ചെയ്ത് ചോദിക്കാറുണ്ടായിരുന്നു. സോ ഞാൻ ഇപ്പം വാങ്ങിച്ചത് ലൈക്ക് ഹോബി സ്റ്റോറിൽ നിന്നാണ്, മാജിക് നീഡിൽസിൽ നിന്നാണ്. സോ അതുകൂടാതെ തന്നെ ഞാൻ എൻ്റെ ഇവിടെ അടുത്തുള്ള ട്രിവാൻഡ്രത്തിന് അടുത്തുള്ള കടകളിൽ നിന്ന് വാങ്ങിക്കാറുണ്ട്. സോ ഇതിൽ ഫസ്റ്റ് ഞാൻ കാണിച്ചത് മറ്റേ ആരിക്കോട്ടിൻ്റെ യാണാണ്. അതും ഇതേപോലെ ടെഡി ബിയേഴ്സ് അങ്ങനത്തെയൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിൻലി ആരിക്കോട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ വാലറ്റ്, ഈ ബ്ലാക്ക് വാലറ്റ് ഞാൻ നേരത്തെ കാണിച്ചത്, അതും ക്രിയേറ്റ് ചെയ്തേക്കുന്നത് കോട്ടൺ വെച്ചിട്ടാണ്. ഫുള്ളി കോട്ടൺ ആയിട്ടുള്ള യാൺ കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്. അങ്ങനെ വേറൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം കൂടി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് അത് സാധനം വന്നത്. എസ്പെഷ്യലി ക്രോഷ്യ ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണിത്. ഓർഗനൈസിങ് ബോക്സ് ഇതും വളരെ ചീപ്പായിട്ടുള്ള റേറ്റിന് കിട്ടിയൊരു സാധനമാണ് എനിക്കിത്. ഞാൻ സ്റ്റാർട്ടിങ് തൊട്ടേ ഈ ക്രോഷ്യ ചെയ്യുമ്പോഴത്തേന് ഈ പിന്ന്, സ്റ്റിച്ച് മാർക്ക് അങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടെ ഇവിടെ കൊണ്ടുവയ്ക്കും, അതുകൊണ്ട് കളയും. സോ അങ്ങനത്തെ ഒരു പ്രശ്നമുള്ള ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ഓപ്ഷൻ തന്നെയാണിത്. ഈ ഓർഗനൈസിനകത്താണെങ്കിൽ നമുക്ക് ഇതേപോലെ ബ്ലോക്സ്, ഓരോരോ ബ്ലോക്ക് ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ള അടുത്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഒരുപാട് ചിലതിന് സ്പേസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും, സ്പേസ് കുറവുള്ളതിന് അങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ രീതിയിലുള്ള ഒരു ബ്ലോക്സ് ആണ് ഇതിലുള്ളത്. അറ്റ് ലാസ്റ്റ് ഞാൻ എല്ലാം ഇതുപോലെ ഫുള്ള് ബ്ലോക്കൊക്കെ ആക്കി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് എൻ്റെ ക്രോഷ്യ ആക്സസറീസും അങ്ങനത്തെ ഓരോരോ കാര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം ഇതിനകത്ത് ഇട്ട് വെക്കണം. ഫസ്റ്റ് തന്നെ ഞാൻ ആ പിന്നിട്ട് കൊടുത്തു. ഏറ്റവും കൂടുതൽ എടുക്കാൻ മറ്റു ടിന്നിൽ നിന്ന് എടുക്കാൻ വളരെ പാടുള്ള ഒരു കാര്യമായിരുന്നു ഈ പിന്നെ നീഡിൽസ്, പിന്നെ സ്റ്റിച്ച് മാർക്സ്, 2 ടൈപ്പ് ഓഫ് സ്റ്റിച്ച് മാർക്കുണ്ട്. സോ അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഉപയോഗിക്കാത്ത സ്റ്റിച്ച് മാർക്ക് വന്നിട്ട് ഈ ഒരു സ്പൈറൽ പോലത്തെ ഷേപ്പുള്ളതാണ്. കാരണം എപ്പോഴും അത് ഇടുമ്പോൾ തന്നെ ഇളകി പോവും. മറ്റേതാണെങ്കിൽ നമുക്കത് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്നതുകൊണ്ട് അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സാധനം. എല്ലാം ചെയ്ത് വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ ബ്ലോക്ക് വെച്ചേക്കുന്നത് തെറ്റായിട്ടാണ്. കാരണം ഈ ബ്ലോക്ക് നേരെയായിട്ട് വെച്ചില്ലെങ്കിൽ അടിയിൽ നല്ല ഗ്യാപ്പ് വേണം. ആ ഗ്യാപ്പ് കാരണം നമ്മളിപ്പം ഈ ബ്ലോക്ക് ആക്കി കിടക്കുന്ന എല്ലാം ഒറ്റ സ്ഥലത്തായി പോവും. അതുകൊണ്ട് എല്ലാം തലതിരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ കീച്ചൻ ചെയ്യുന്നതിന് ആവശ്യം ആയിട്ടുള്ള സാധനം തന്നെയാണിത്. ഇത് ഞാൻ വന്നിട്ട് ട്രിവാൻഡ്രത്ത് തന്നെയാണ് വാങ്ങിച്ചത്. സോ ഇതിന് ഇച്ചിരി റേറ്റാണ്. സോ അല്ലാണ്ട് നമ്മൾ ഹോൾസെയിലായിട്ട് ഈ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഹോൾസെയിലായിട്ട് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. പിന്നെ ഈ ഹെയർ ബോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേന് മേടിക്കാൻ പറ്റിയ വേറൊരു സാധനമാണിത്, ഈ ഒരു നോർമൽ. ഇത് ഞാൻ ഒരുപാട് സ്ഥലത്ത് തപ്പി, അങ്ങനെ അധികം എവിടെയും കിട്ടാത്തൊരു സാധനം തന്നെയാണിത്. കാരണം ഒന്നെങ്കിൽ അതിൻ്റെ മുകളിൽ വേറെ എന്തെങ്കിലും പാറ്റേൺ ഡിസൈൻസ് അങ്ങനത്തെ എന്തെങ്കിലും കാണുമായിരിക്കും. അങ്ങനെ എനിക്കൊന്ന് ഓൺലൈനിൽ നിന്നാണ് തോന്നി ഞാൻ വാങ്ങിച്ചത്. ഫസ്റ്റ് ഞാൻ വാങ്ങിച്ചപ്പോൾ ഇതിൻ്റെ വന്ന സാധനം വളരെ ചെറുതായിരുന്നു. കാരണം അതിനകത്ത് ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഇത്രയും ചെറുതാവുമെന്ന് വിചാരിച്ചില്ല. പിന്നെ ഞാൻ ഓർഡർ ചെയ്തതാണ് ഈ ഇച്ചിരി കൂടെ നീളമുള്ള ടൈപ്പ്. എനിക്കൊന്ന് ആമസോണിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ വന്നിട്ട് ഈ ഡി റിങ്ങിൻ്റെ കണക്കുള്ള റൗണ്ട് റിങ് ആണ്. അതൊക്കെ ബാഗ്സ് അങ്ങനത്തെയൊക്കെ നമുക്ക് ഉണ്ടാക്കുമ്പം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനം തന്നെയാണത്. പിന്നെ നമ്മൾ ഒരുപാട് നേരം ഈ ക്രോഷ്യൊക്കെ ചെയ്യുമ്പോഴത്തേന് കയ്യിൽ ഈ നൂല് ചെയ്ത് വരുമ്പോഴത്തേന് ഒരുപാട് ലൈക്ക് വേദന എടുക്കാൻ തുടങ്ങും. സോ
അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് സാധനമാണ് ഈ ഒരു റിങ്. ഇത് വന്നിട്ട് ഞാൻ ദുബായിൽ നിന്നാണ് വാങ്ങിച്ചത്. പക്ഷേ എനിക്ക് തോന്നുന്നത് മീഷോയിലൊക്കെ ക്വാളിറ്റി ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ബട്ട് ആമസോണിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ക്രോഷ്യ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള വേറൊരു സാധനം എന്ന് പറഞ്ഞാൽ ഈ റൗണ്ടൊക്കെ എണ്ണത്തില്ലേ, അതിന് പറ്റിയൊരു സാധനമാണ് ആ റെഡ് ആൻഡ് ബ്ലൂ ഐറ്റം. പിന്നെ നമ്മൾ ഈ പേഴ്സ് ഉണ്ടാക്കുമ്പോഴും അതിനൊക്കെ വേണ്ടിയിട്ട് ഈ ബീഡ്സൊക്കെ ക്രിയേറ്റ് ചെയ്തില്ല, അതിന് വേണ്ടിയിട്ടാണ് ഈ മുത്തുകളും പിന്നെ അത് കണക്ക് തന്നെ സിബ് വെക്കാൻ പറ്റാത്ത ചില ബാഗുകളാണ്. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ബട്ടൺസും വെച്ചേക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ഈ മാഗ്നറ്റാണ്. ഈ വാലറ്റ്സിനും അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾക്ക് നമുക്ക് വെക്കാൻ പറ്റിയൊരു സാധനമാണിത്. പിന്നെ നമ്മൾ ബാഗൊക്കെ ഉണ്ടാക്കുമ്പോൾ വേണ്ടുന്ന വേറെ കുറച്ച് കാര്യങ്ങളാണ് ഈ ഡി റിങ്, അല്ലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൗണ്ട് റിങ്, ഡി റിങ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബാഗ് ഉണ്ടാക്കും. നമുക്ക് എസ്പെഷ്യലി ആ സ്ട്രാപ്പൊക്കെ വരുന്നിടത്ത് നമ്മൾ ഇടുന്ന സാധനമാണ് ഈ ഡി റിങ്. അതുകൂടാതെ തന്നെ ഞാൻ കുറച്ച് പേൾസൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ലൈക്ക് കീ ചെയിൻസൊക്കെ ഉണ്ടാക്കുമ്പോഴും ചാംസൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിൻ്റെ സ്ട്രാപ്പ് പോലെ ആ ഒരു ബീഡ്സൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ലുക്കായിരിക്കും. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പേൾസൊക്കെ ഇട്ട് വെച്ചേക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വാലറ്റിന് മറ്റേ മാഗ്നറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഇതേപോലത്തെ ഈ ഒരു ബട്ടൺ വെച്ചാലും മതി. ലൈക്ക് ചെറിയതാണ്, ഇത് ഏറ്റവും ചെറിയ ഒരു ബട്ടണാണ്. സോ മാഗ്നറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷനും ചെയ്യാവുന്നതാണ്. അറ്റ്ലാസ് നമ്മളെല്ലാം ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഓരോരോ ടിന്നോ അങ്ങനെയൊന്നും എടുക്കേണ്ട ആവശ്യമില്ലല്ലോ, കാരണം ക്രോഷ്യ ചെയ്യുന്ന എല്ലാ ഐറ്റം പ്രൊഡക്ട്സും ആക്സസറീസും എല്ലാം 2 ടിന്നിൽ ഇങ്ങനെ ഇട്ട് വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ടൈം വേസ്റ്റ് ആവത്തില്ല. സോ ഇനി പിന്നെ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചധികം പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഓർഡേഴ്സൊക്കെ. പിന്നെ ഞാൻ എല്ലാം ക്ലോസ് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ ലൈക്ക് പോസ്റ്റ് ഓഫീസിൽ അയക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം ക്ലോസ് ചെയ്യാക്കത്തില്ല, കാരണം അവരെ കാണിച്ച് എന്താണെന്ന് കാണിച്ചാൽ മാത്രമേ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.